സജീഷ്, ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, പിന്നീട് അങ്ങോട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ SDP-യുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയും BJP-ക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. ഏറ്റവും ഒടുവിലാണ് ആ പത്രപരസ്യം കൂടി വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പതിവ് വിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതികളിലേക്ക് നിങ്ങൾ വടകര മുതൽ അങ്ങ് പോവുകയാണ്. നോക്കൂ, ഇന്ന് കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇന്ന് കോടതി അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ്. എവിടെ റിപ്പോർട്ട്? ഇതുവരെ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ കളിച്ചിരിക്കുന്ന രാഷ്ട്രീയം വടകരയിൽ. ഇപ്പോൾ ഇതാ പാലക്കാട്. ഒരു കാര്യം, ശ്രീ VM നിയാസ് അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നന്നാവുക. ഒന്ന്, അദ്ദേഹം BJP-യെ ജയിപ്പിക്കാൻ, മോദിയെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നേമത്ത് BJP ജയിച്ചത് എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കൊണ്ടാണോ? കോൺഗ്രസിന്റെ വോട്ടാകെ BJP കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് BJP ജയിച്ചത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ ആ അക്കൗണ്ട് പൂട്ടിക്കും, ഞങ്ങളത് പൂട്ടിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ എങ്ങനെയാ ജയിച്ചത്? നിങ്ങൾ എന്തെങ്കിലും മറ്റു ചെപ്പടി വിദ്യ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. 86,000-ത്തിലധികം വോട്ട് കോൺഗ്രസിൻ്റെത് കുറഞ്ഞു, അപ്പുറം BJP-ക്ക് അത് കിട്ടി, BJP അവിടെ ജയിച്ചു. അതല്ലേ ഉണ്ടായത്? വോട്ട് നിങ്ങളുടെതല്ലേ പോയത്? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് നേമത്തും തൃശ്ശൂരും ജയിപ്പിച്ചത്. ആ നേമം പൂട്ടിച്ച പോലെ തന്നെ തൃശ്ശൂരും ഞങ്ങൾ പൂട്ടിക്കും. നിങ്ങളുടെ ഈ നെറുകേട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ അണിനിരത്തി ആ അക്കൗണ്ട് ഞങ്ങൾ മതനിരപേക്ഷ കേരളത്തിൽ പൂട്ടിക്കും. പിന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് എങ്കിൽ നരേന്ദ്രമോദിക്ക് MP ആണല്ലോ കേരളത്തിൽ. ശ്രീ നിയാസ്, താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനും ഈ ചോദ്യത്തിന് കുറെ ദിവസമായിട്ട് മറുപടി പറയുന്നില്ല. താങ്കളെങ്കിലും പറയാമെങ്കിൽ പറയൂ. ഇവിടെ MPയെ അല്ലല്ലോ നിങ്ങളുടെ നേതാവ് KC വേണുഗോപാൽ കൊടുത്തത് നരേന്ദ്രമോദിക്ക്, മന്ത്രിയെ കൊടുത്തത്. രാജസ്ഥാനിൽ കാലാവധി തീരാത്ത രാജ്യസഭാ സീറ്റ് MP സ്ഥാനം ഒഴിച്ചിട്ട് കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞില്ലേ, രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല, രാജസ്ഥാനിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു, ആ രാജ്യസഭാ സീറ്റ് ആർക്ക് ലഭിക്കും? BJPക്ക് ലഭിക്കും. എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ KC വേണുഗോപാൽ ഒഴിച്ചിട്ട് കൊടുത്ത സീറ്റിൽ അവിടെ BJP ഏകപക്ഷീയമായി ജയിച്ചു. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയെ മോദിയുടെ മുന്നിൽ സാഷ്ടാംഗം വെച്ചു കൊടുത്തിട്ട് ഈ കേരളത്തിലെ KC വേണുഗോപാലും കോൺഗ്രസ്സുകാരും പറയുകയാണ് ബാക്കിയെല്ലാവരും BJP-യുമായി അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന്. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും എന്നതുകൂടി നിങ്ങൾ കരുതുക. പിന്നെ കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കുമ്പോൾ കാലിക്കറ്റിൽ, കുസാറ്റിൽ ആരെയാ വെച്ചത്? ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ BJP പ്രതിനിധിയാണോ? അല്ലല്ലോ. കോൺഗ്രസിന്റെ സെനറ്റിലേക്ക് മത്സരിച്ച ആളുകളെയും അതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന സംഘടനാ ഭാരവാഹികളെയൊക്കെ എങ്ങനെ VC ആക്കി? എന്താ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ തോന്നാൻ? സെനറ്റിലേക്കുള്ള നോമിനേഷൻ എങ്ങനെ വരുന്നു? ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞാൽ തീരാത്ത വർത്തമാനകാലത്തെ കോൺഗ്രസ് BJP ബാന്ധവം പറയാനുണ്ട്. നേരിട്ട് പ്രത്യക്ഷത്തിൽ ആരോപണമല്ല, വസ്തുതാപരമായി പറയാനുണ്ട്. നിങ്ങളിങ്ങനെ അവിടെയും കൊള്ളാതെ പലതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എയറിലേക്ക് വിട്ട് കുറെ പിന്തുണ ലഭിക്കുമെന്ന് കരുതി പറഞ്ഞു പോവുകയല്ലേ. ഈ ഓരോന്നും എണ്ണി ഇങ്ങനെ പറയാനുണ്ട്. വസ്തുതാപരമായി നിങ്ങൾ സ്വീകരിച്ച പ്രത്യുപകാരങ്ങളും പരസ്പരം നൽകിയ ഉപകാരങ്ങളും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ജനാധിപത്യ സ്വഭാവമുള്ള എല്ലാവരെയും കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്നൊന്നുമല്ല. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാരായ നിരവധി പേരുണ്ടായിരുന്നു. VR കൃഷ്ണയ്യർ ഉൾപ്പെടെ, അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി ഉൾപ്പെടെ, ഡോക്ടർ AR മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവരെല്ലാം ഡോക്ടർ AR മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് ആയിരുന്നില്ലേ? എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമരം നിങ്ങളും എല്ലാവരും പറയുക പഴയ വിമോചന സമരമാണല്ലോ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി നടത്തിയ സമരം, അമേരിക്കൻ CIA-യുടെ ഉൾപ്പെടെ പണം അതിന് കിട്ടി എന്ന് പിന്നീട് വെളിപ്പെടുത്തലുണ്ടായല്ലോ. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ വില്ലിംഗ്ടൺ 1957 ഗവൺമെന്റിനെ 59 പിരിച്ചുവിടാൻ വേണ്ടിയുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ B വില്ലിംഗ്ടൺ 67 വീണ്ടും 10 വർഷത്തിന് ശേഷം EMS ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിലെ ആരോഗ്യമന്ത്രിയാണ്. അപ്പോ ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചോ എന്നുള്ളതല്ല, വർത്തമാനം പറഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. അത്തരമുള്ള ആളുകളെ ജനാധിപത്യത്തിന്റെ പാതയിലാണ് നിൽക്കുന്നതെങ്കിൽ, വർഗീയതയുടെ പാതയിൽ അല്ല നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ തിരുത്തി കൊണ്ടുവരും. ഇവിടെ സഖാവാകുമെന്ന് പറയുക, പിന്നീട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പത്രപരസ്യം നൽകുക, ഇതൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഇതൊക്കെ എങ്ങനെയാണ് ജനം വിലയിരുത്തിയിട്ടുണ്ടാവുക?
അല്ല, ഞാനതിലേക്ക് വരികയാണ്. അതിന്റെ ഇടയിലാണ് സ്മൃതി ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ പല കാര്യങ്ങളും ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പറയാം. ഒന്ന്, സരിൻ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞതായി ഞങ്ങളാരും കണ്ടിട്ടില്ല, കേരളമേ കണ്ടിട്ടില്ല. സരിൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടവും കൂടെയുള്ള ഒരു ടീം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ന്യായമുണ്ട്. ആ നിലപാട് അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണല്ലോ പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഷാനിബ് ഉൾപ്പെടെയുള്ള സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച ഒരു നിര നേതാക്കന്മാർ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആൾ അവരും പറഞ്ഞത് തങ്ങളെ കൊണ്ട് നിർബന്ധിച്ചു BJPയോടൊപ്പം കൂടാൻ എന്നല്ലേ പറഞ്ഞത്. ദളിത് കോൺഗ്രസിന്റെ നേതാവ് അതല്ലേ പറഞ്ഞത്. ഇങ്ങനെ എല്ലാവരും 12 പേരും പറഞ്ഞ കാര്യം ഞാൻ പറയുന്നില്ല. എല്ലാവരും പറഞ്ഞത് ഈ കാര്യമായിരുന്നു. അത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് എന്നതുകൊണ്ടാണ് സരിൻ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്, അത് തെളിയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്നതുകൊണ്ട് സ്ഥാനാർത്ഥിയായത്. ശരി, താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. സരിൻ എത്തിയത് കൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു അജണ്ടയൊക്കെ നിശ്ചയിക്കാനും പാലക്കാട് CPM മത്സരം അത്ര വീറുറ്റതാക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സന്ദീപ് വാര്യർ വിഷയത്തിൽ നിങ്ങൾ ആദ്യം സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്ന് പറഞ്ഞത് AK ബാലനാണ്. പിന്നീട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. സരിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഞാനിതാ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. സന്ദീപ് വാര്യർ എന്ന വാചകം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് സ്മൃതിയുടെ ചോദ്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിൽ പ്രശ്നമില്ല. ഞാനതാ പറയുന്നത്. സന്ദീപ് വാര്യർ അന്നും ഇന്നും എന്നും ആ വർഗീയതയുടെ കളത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥലം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥലം RSSന് വിട്ടുകൊടുക്കും, ശാഖ ഉണ്ടാക്കാൻ വിട്ടുകൊടുക്കുമെന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായില്ല. അമ്മയുടെ ആഗ്രഹമാണ് എന്നാണ് പറഞ്ഞത്. പത്രക്കാർ ചോദിച്ചപ്പോഴാണ് മറുപടിയായിട്ടാണ് പറഞ്ഞത്. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ സ്മൃതി വല്ലാതെ പ്രയാസപ്പെടല്ലേ. എനിക്ക് പ്രയാസമൊന്നുമില്ല. പറയട്ടെ, എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ വേണം. പിന്നെന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ വേണം. ക്രിസ്റ്റൽ ക്ലിയറിനൊക്കെ സ്മൃതിക്ക് നല്ല മറുപടി കിട്ടിയിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ളതിനൊക്കെ സ്മൃതിക്ക് നല്ല മറുപടിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞുതരാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. വെറുതെ നമ്മൾ തർക്കിക്കണ്ട. എന്തിനാണ് നമ്മൾ ഞാനൊരു തർക്കത്തിനും തയ്യാറായില്ല. സജീഷ് പറഞ്ഞോളൂ. ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ക്ലിയർ ആൻസർ കിട്ടിയിട്ടില്ലല്ലോ. പറഞ്ഞോളൂ. ഓക്കെ, ശരി. അത് നിങ്ങളുടെ സ്റ്റുഡിയോ തന്നെ കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ എഡിറ്റോറിയൽ ചർച്ചയൊക്കെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി തന്നെയാണല്ലോ സംരക്ഷണം ചെയ്യുന്നത്. നമ്മൾ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അതെ, ഒരു കാര്യം, സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി RSSന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരുമ്പോൾ ഒരു കേഡർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ആ രാഷ്ട്രീയത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞു വന്നാൽ ഒരു കേഡറായി അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ മാറിയവരുണ്ട്. സുധീഷ് മിന്നി അങ്ങനെ വന്നതാണ്. സുധീഷ് മിന്നി വന്നു എന്ന് മാത്രമല്ല, നരകസാകേതത്തിന്റെ ഉള്ളറകൾ എന്ന പുസ്തകം എഴുതി. സന്ദീപ് വാര്യർ അങ്ങനെ എഴുതുമോ? അതുപോലെ തന്നെ OK വാസു മാസ്റ്റർ വന്നു. RSSന്റെയും RSS ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകളുടെ ചരിത്രം ഇപ്പോഴും നേരെ നിന്ന് വിശദീകരിക്കാനും RSSനെതിരായി ഏറ്റവും ശക്തനായ ക്യാമ്പയിനറായി മാറാനും അദ്ദേഹത്തിന് കഴിയുന്നു. നാട് മുഴുവൻ ആ രാഷ്ട്രീയം പറയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ സന്ദീപ് വാര്യർ പിറ്റേ ദിവസം പറയുന്നു, എന്റെ അമ്മയുടെ സ്വത്ത് ഞാൻ RSSന് കൊടുക്കുമെന്ന്. ഒന്നും തിരുത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം തിരുത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് തിരുത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്നത്. ശരി, സന്ദീപ് വാര്യർ അത് പറയുന്നതിന് മുൻപ് AK ബാലൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾക്ക് അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. തിരിച്ചെത്താം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. അതല്ലേ താങ്കളോട് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇല്ല, RSSന്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് താങ്കൾ കേൾക്കുന്നില്ലേ? കേൾക്കാൻ സമ്മതമില്ലാഞ്ഞിട്ടാണോ? ഞാൻ തള്ളിപ്പറഞ്ഞു തന്നെയാണല്ലോ പോയത്. അതല്ലേ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടത്. നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് നോക്കൂ. കറക്റ്റ് ടൈം ലൈൻ ഒന്ന് നോക്കൂ. താങ്കൾ ഒരു കാര്യം ചെയ്താൽ മതി സ്മൃതി. ആകെ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് പൂർണ്ണമായും ഒന്ന് കേട്ടിട്ട് താങ്കൾ ഇടപെടാൻ വേണ്ടി തുടങ്ങി. ശരി സജീഷ്, ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്, ബ്രേക്ക് പോകാനുള്ളതുകൊണ്ടാണ്. ശരി, താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായി. എനിക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമായി. പറയട്ടെ. അല്ല, ബ്രേക്ക് കഴിഞ്ഞു. ഇടവേള മസ്റ്റ് ആയതുകൊണ്ടാണ്. പോയി വരാം.
ഇടവേള. അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ വാചകത്തിൽ എനിക്ക് പറഞ്ഞ അങ്ങനെ കൺഫ്യൂഷൻ ആക്കിയൊന്നും ചർച്ച പോകേണ്ട എന്നാ ശരി, കാര്യമില്ല. എന്നാ ഒറ്റ ഞാൻ വരി ഒറ്റ പറയൂ. വാചകത്തിൽ പറഞ്ഞ ഒറ്റ വരി അവസാനിപ്പിക്കാം. clear ആയി പറയൂ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു Crystal clear ആയി പറഞ്ഞോളൂ. ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് അതുവരെയുള്ള ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് വരികയാണെങ്കിൽ സന്ദീപ് വാര്യർ ഒരു കേഡറായിരിക്കും. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ടല്ല, ഒരു വാചകം പറഞ്ഞിട്ടല്ല. ആകെ വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ വരുന്നു, അവിടുന്ന് മറ്റേ ലഡു വാങ്ങി തിന്നു എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാവില്ല. താൻ ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടിനെ ശക്തമായ ഭാഷയിൽ സരിൻ പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി തയ്യാറാകണം. ഷാനു പറഞ്ഞ പോലെ പറയാൻ വേണ്ടി തയ്യാറാകണം. എന്തിനേറെ പറയുന്നു, ചേലക്കരയിൽ KPCC സെക്രട്ടറിയായി അപ്പുറത്ത് റിബലായി മത്സരിച്ചയാൾ തള്ളി പറഞ്ഞ പോലെ തള്ളി പറയാൻ തയ്യാറാകണം. അങ്ങനെ കോൺഗ്രസിനെ തള്ളി പറയുന്നത് പോലെ RSSനെ തള്ളി പറയാൻ ആർക്ക് പറ്റില്ല. തള്ളലിന്റെ അളവുകോൽ എന്താണ് എന്നുള്ളത്, അതായത് OK വാസുവിന്റെ തള്ളൽ വേറെയായിരുന്നു, സുധീഷ് ബിന്നിയുടെ തള്ളൽ വേറെയായിരുന്നു, ഇപ്പുറത്ത് സന്ദീപ് വാര്യരുടെ കുറച്ചുകൂടി ബലം കുറവായിരുന്നു. അതാണ് ആ ബലം നിങ്ങൾ നിശ്ചയിക്കും. Debate with Smriti Parathikkad.